വാഗ്ദാനം നൽകിയ വീടിന് തറക്കല്ലിട്ട് നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലെ ഇരയങ്കോട് വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന ശ്രുതിക്ക് 3 മാസത്തിനകം വീടൊരുങ്ങും. കൃഷ്ണകുമാറും കുടുംബവും നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടന നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കും. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിലാണ് ശ്രുതി PS-ന്റെ ദയനീയമായ ജീവിത സാഹചര്യം കൃഷ്ണകുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വട്ടിയൂർക്കാവിനടുത്തുള്ള ഇറയങ്കോട് വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്നു ശ്രുതി. ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോഴും അടച്ചുറപ്പുള്ള ഒരു വീടെന്നത് ശ്രുതിക്കും കുടുംബത്തിനും സ്വപ്നമായിരുന്നു. തകരപ്പലകകളും പ്ലാസ്റ്റിക് ഷീറ്റുകളും കൊണ്ട് മറച്ച പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാത്ത തകർന്നു വീഴാറായ വീട്ടിലാണ് ശ്രുതിയും കുടുംബവും താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിൽ കഴിയുന്നു. വീടെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അന്ന് എന്താണെന്നറിയില്ല. അന്ന് മനസ്സിലിങ്ങനെ ഒരു ഇലക്ഷൻ സമയത്ത് നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ വരും ശ്രുതിയെ കാണാൻ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം, ശ്രുതിക്കും കുടുംബത്തിനും നല്ലൊരു ജീവിതം, ഒരു നല്ല വീട് കെട്ടിത്തരണമെന്ന് മനസ്സ് പറയുന്നു. ഒരു ദൈവാനുഗ്രഹം പോലെ. അപ്പം ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, അഹാദിഷിക എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ സംഘടനയാണ്. ഭാര്യയും മക്കളുമാണ് അത് നടത്തുന്നത്. ഇവരോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും പണ്ടും എനിക്ക് പല പരിപാടികളിലും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തരാറുണ്ട്. ഇത്തവണയും തന്നു. ഒപ്പം KHN എന്ന് പറഞ്ഞ അമേരിക്കയിലെ സംഘടനയുണ്ട്. അപ്പോൾ KHN പറഞ്ഞ് ഞങ്ങളും സഹകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു സഹകരണത്തോടു കൂടി നമ്മുടെ പ്രിയ സഹോദരി ശ്രുതിക്കും കുടുംബത്തിനും നല്ലൊരു വീട് വയ്ക്കാൻ, അതിൻ്റെ തറക്കല്ലിടാനായിട്ട് ഇന്നൊരു സാഹചര്യം ഒരുങ്ങി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഈ ദുരവസ്ഥ നേരിട്ട് കണ്ടറിഞ്ഞ കൃഷ്ണകുമാർ അടച്ചുറപ്പുള്ള ഒരു വീടും ആധുനികമായ ശുചിമുറി സൗകര്യങ്ങളും നിർമ്മിച്ചു നൽകുമെന്ന് അന്ന് വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമെന്ന നിലയിലാണ് ഈ വീട് നിർമ്മിച്ചു നൽകുന്നത്. എൻ്റെ സ്വപ്നത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് നടന്നിരുന്നത്. കാണാൻ പറ്റതിനപ്പുറം എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ വളരെ എനിക്ക് പറയാൻ വയ്യാത്ത രീതിയിലുള്ള സംഭവം നടന്നു. എനിക്കൊന്നും പറയാൻ വയ്യ. അത്ര എനിക്ക് സന്തോഷം. ആ കുടുംബത്തിന് എൻ്റെ ജീവിതകാലം മൊത്തമുള്ളൊരു നന്ദി ഞാൻ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.